എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് നന്മ വ്ളോഗ്സ്. എൻ്റെ പേര് ഷജീല. ഇന്ന് ഞാൻ വീട്ടിൽ ചെയ്യാൻ പോണത് അടുക്കള ഭാഗത്ത് കുറച്ച് കുമ്മായി അടിക്കുകയാണ് കേട്ടോ. പെയിൻ്റൊക്കെ ഉണ്ടാവില്ല അത്. അപ്പോൾ അടുക്കള ഭാഗത്ത് ഈ അടുപ്പ് കത്തിക്കണ കാരണം എപ്പോഴും നല്ല പുകയാണ്. ഇപ്പോൾ വേനൽക്കാലമായ ശേഷം പുറത്താണ് കത്തിക്കുക അടുപ്പ്. മഴക്കാലമാണെങ്കിൽ അകത്താണ് കത്തിക്കുക. അപ്പോൾ അടുപ്പ് കത്തിക്കുമ്പോൾ നിറയെ പുക വന്നിട്ടിങ്ങനെ പുക പോവാനുള്ളൊരു ഇതില്ല മുകളിലേക്ക്. അപ്പോൾ അതിട്ട് ആകെ ഇങ്ങനെ കരി പിടിക്കും. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് ചുമര ആദ്യം കരിയൊക്കെ തേച്ച് കഴുകി വൃത്തിയാക്കിയിട്ടു ആദ്യം തന്നെ. അത് ഞാൻ തലേ ദിവസം രാത്രി ആണ് കഴുകിയിട്ട് വൃത്തിയാക്കി വെച്ചത്. പിന്നെ രാവിലെ ഷോപ്പിലേക്ക് പോകുന്നതിന് മുന്നേ ചെയ്യുന്ന പണിയാണിപ്പോൾ. കുറേ നാളായി ഇരിക്കണു. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് റെഡി ആക്കിയിട്ടുണ്ട്. എത്ര വെള്ളം ഒഴിക്കണമെന്ന് അറിയില്ല, എന്നാലും എനിക്കറിയണ പോലെ തന്നെ ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് ഇളക്കി. അപ്പോൾ ചുമരൊന്ന് നനയ്ക്കണം, എല്ലാം നനയ്ക്കണം. വെള്ള കളറാണ് എനിക്ക് ഇഷ്ടം കേട്ടോ. പക്ഷേ വെള്ള കളറ് കിട്ടിയില്ല. കിട്ടാഞ്ഞിട്ടല്ല, ഇവിടെ ഉണ്ടായിരുന്ന പെയിൻ്റാണ് ഇത് കേട്ടോ. ഞാൻ ആദ്യം തന്നെ ചുമരൊക്കെ ഒന്ന് നനച്ചു. നിങ്ങൾ ഇങ്ങനെയാണോ അറിയില്ല കേട്ടോ കുമ്മായി അടിക്കൽ. ചുമരൊക്കെ ഒന്ന് നനച്ചു. അത് അപ്പം തന്നെ ഒന്ന് മെല്ലെ ഒന്ന് ഉണങ്ങി കിട്ടല്ലോ. അപ്പോൾ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് രാവിലെ ചോറ് കറികളൊക്കെ ആയി. പിന്നെ വിജയേട്ടൻ മീനിന് പോയിട്ടുണ്ട്, വന്നിട്ടില്ല. അങ്ങനെ ഞാൻ അടിക്കാൻ തുടങ്ങി കേട്ടോ. കുമ്മായൊക്കെ അടിക്കാൻ തുടങ്ങി. ഇതിപ്പോൾ നമുക്ക് പെയിൻ്റ് അടിക്കാൻ അറിഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ ചെയ്യണത്. നമുക്ക് അറിയണ പോലെയൊക്കെ ചെയ്യുക നമ്മുടെ വീട്ടിലത്തെ പണികളൊക്കെ. ഈ വർക്ക് ചെയ്യുന്ന ആളിതൊക്കെ കണ്ടു കഴിഞ്ഞ് ചിലപ്പോൾ ചിരിക്കുന്നുണ്ടാവും, ഇത് എന്തൊട്ട് പണിയാന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ ആരും കളിയാക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ പണിയെടുക്കാൻ നിന്നത്. ഇതിനിടയിൽ കുറച്ച് വെള്ളമൊക്കെ ചേർക്കണ്ട കേട്ടോ. കാരണം ഒരുപാടുണ്ടായിരുന്നില്ല, കുറച്ചെന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊരു തട്ടിപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു. പക്ഷെ വെള്ളം ഒഴിച്ചപ്പോൾ കളറ് കിട്ടാൻ ബുദ്ധിമുട്ടായി കേട്ടോ. എത്ര അടിച്ചാലും കാണാം കളറവിടെ വ്യത്യാസമുണ്ട്. ആ ബ്ലാക്ക് അങ്ങോട്ട് പോകുന്നില്ല. എന്നാലും ഞാൻ എനിക്കറിയുന്ന പോലൊക്കെ പണിയെടുത്ത് കഴിയാറായിട്ടുണ്ട് കേട്ടോ. കുറച്ചും കൂടി തന്നെ ഉള്ളൂ. സമയം 8:30-9 മണിയൊക്കെ ആയിട്ടുണ്ട്. കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ പണിക്ക് നിന്നത്. അങ്ങനെ പണിയൊക്കെ കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? നന്നായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് തരണം കേട്ടോ. ഇനി ഷോപ്പിലേക്ക് പോവുകയാണ്. വിജയേട്ടൻ വന്നിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് റെഡിയായി. വിജയേട്ടൻ വണ്ടി സ്റ്റാർട്ടാക്കി നിൽക്കുന്നുണ്ട് അവിടെ. അപ്പം ബസ്സിന് ഞാൻ പോയില്ല കേട്ടോ. ഞാൻ വിജയേട്ടൻ്റെ ഒപ്പമാണ് ഞാൻ പോയത്. അങ്ങനെ നല്ല സ്പീഡിലാണ് ആൾ വണ്ടിയൊക്കെ ഓടിക്കുക. പിന്നെ ഷോപ്പിലൊക്കെ എത്തി കുറച്ച് തയ്ക്കാനിരുന്നു. അപ്പോഴേക്കും അമ്മയുടെ മോള് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവളോടൊപ്പം കുറച്ച് പർച്ചേസിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടേക്കൊന്ന് മെല്ലെ കയറി. ഞങ്ങളുടെ കടയുടെ തൊട്ട് തന്നെയാണ്, ആ ഭാഗത്തായിട്ടാണ് കട. എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ.
ഇവിടുത്തെ ഒരു വീഡിയോ ഞാൻ എടുക്കാം, പിന്നെ ഒരു ദിവസം വന്നിട്ട് നല്ലതിൽ കാണിച്ചു തരാം. ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ, ഞാൻ കുറച്ച് ഭാഗം കാണിച്ചുള്ളൂ. ഞങ്ങളുടെ വാണിയംകുളത്തുണ്ട് കേട്ടോ ഇങ്ങനത്തെ കടകളൊക്കെ. ഇനി ഇതിൻ്റെ മാത്രമായിട്ടുള്ളൊരു വീഡിയോ അവർ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ദിവസം ഷോപ്പിൽ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഫസ്റ്റ് മുതൽ തന്നെയുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളുടെ വാണിയംകുളത്തെ കട. അങ്ങനെ നമ്മുടെ ഡ്യൂട്ടിയൊക്കെ തുടങ്ങി. അതിൻ്റെ ഇടയിൽ ലൈവൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ലൈവൊക്കെ എടുത്തു. നമ്മുടെ വീഡിയോ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല, ഇതൊക്കെ തന്നെയാണ് ചെറിയ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ അങ്ങനെ അവസാനിക്കാറായിട്ടുണ്ട്. ഇപ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിൽ എൻ്റെ ഷോർട്സ് എല്ലാവരും കാണണം, വീഡിയോ കാണണം. ലൈവ് എടുക്കാറുണ്ട് ഉച്ചയ്ക്ക് 1:30-ക്കും വൈകുന്നേരം 8:30-ക്കും. ഇനി ബസ്സിന് പോവുക, മാന്നന്നൂർ സ്റ്റേഷൻ്റെ അവിടെ ഇറങ്ങുക, വീട്ടിലേക്ക് നടക്കുക. പിന്നെ കുറച്ചും കൂടി പണി കഴിഞ്ഞിട്ടില്ല അടുക്കള ഭാഗത്തെ, അത് പിന്നെ ഒരു ദിവസം ചെയ്യാൻ വിചാരിച്ചു. ഒഴിവ് കിട്ടുമ്പോൾ ഓരോ പണികളൊക്കെ ചെയ്യുക, അത്ര തന്നെ. അങ്ങനെ ബസ്സൊക്കെ ഇറങ്ങി ഞാൻ വീട് എത്താറായിട്ടോ. അപ്പോൾ അടുത്തൊരു കുഞ്ഞ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ കൂട്ടുകാരെ, ഓക്കെ.